11 മണിയോടെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലെത്തിയാണ് എം ഹസൻ KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതലയേറ്റത്. സ്ഥാനമൊഴിഞ്ഞ VM സുധീരൻ ഹസന് ചുമതല കൈമാറി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയടക്കം മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചുമതലയേൽക്കൽ ചടങ്ങ്. വിഭാഗീയതയുടെ ലാഞ്ചനയില്ലാതെ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് തന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്ന് KPCC അധ്യക്ഷനായി ചുമതലയേറ്റ എം ഹസൻ പറഞ്ഞു. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ദൗർബല്യം പരിഹരിച്ച് പാർട്ടിക്ക് അതിശക്തമായ ജനകീയ അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായി ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളി. അതോടൊപ്പം കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി, കേരളത്തിലെ അർദ്ധ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുക. താഴെത്തട്ടിൽ അണികളെ ലഭിക്കാത്തതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വലിയ പോരായ്മയെന്നും അത് പരിഹരിക്കണമെന്നും VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ഗ്രൂപ്പുകളുടെ അതിപ്രസരമില്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും സുധീരൻ പറഞ്ഞു. വർഗീയ ഫാസിസത്തിനും രാഷ്ട്രീയ ഫാസിസത്തിനും എതിരായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായൊരു വിധിയെഴുത്ത്, ആ വിധിയെഴുത്തിനു വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീക്കുക, അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക. ഈ കാലഘട്ടത്തിലെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിവുള്ള നേതൃത്വമാണ് എം ഹസന്റേതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. എത്രയോ ദീർഘവർഷകാലത്തെ KSUവിൽ, യൂത്ത് കോൺഗ്രസിൽ, KPCCയിൽ, പാർലമെന്ററി ചരിത്രത്തിലെല്ലാം ഒരുപാട് നിർണായകമായ സ്ഥാനം, UDFൽ എല്ലാം നിർണായകമായ സ്ഥാനം വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഈ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും പൂർണ്ണമായി ഉറപ്പുണ്ട്. മുതിർന്ന നേതാക്കളായ വക്കം പുരുഷോത്തമൻ, തെന്നല ബാലകൃഷ്ണപിള്ള, K മുരളീധരൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.